ഡി ഇ എഫ് എന്നെഴുതുന്നു. ഇത് ഉദ്ദേശിച്ചത് ഒരു കലണ്ടറിലെ അടുത്തടുത്തുള്ള 6 കള്ളികളാണ്. ഒരു കലണ്ടറിലെ അടുത്തടുത്തുള്ള 6 നമ്പേഴ്സാണ്. ആ നമ്പേഴ്സിന് പകരം ഞാൻ ഇവിടെ ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ആൽഫബറ്റ്സ്. ഇതില് നിങ്ങളോട് ഉള്ള ചോദ്യം ഇതാണ്. അതിനു മുമ്പ് 2 കാര്യങ്ങൾ ഞാൻ തരികയാണ്. ഇതിലുള്ള ഈ എ എന്ന ഈ നമ്പറും ഈ എഫ് എന്ന നമ്പറും ഞാൻ തമ്മിൽ കൂട്ടുകയാണ്. എ പ്ലസ് എഫ് ഈസ് ഈക്വൽ ടു 32 ആണ്. അപ്പൊ എന്റെ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ സി പ്ലസ് ഡി എത്രയായിരിക്കും? സി പ്ലസ് ഡി എത്രയായിരിക്കും? ഇതിലിപ്പോ മറുപടി പറയുന്നത് മറ്റു കുട്ടികൾക്ക് പറയാനുള്ള അവസരം കൊടുക്കണം. കേട്ടോ? കേട്ടു സാർ. ആ ചോദ്യം ഒന്ന് വായിച്ചു നോക്കുമ്പോഴേ മൈക്ക് ഓൺ ചെയ്തിട്ട്. ഇത് ഒരു കലണ്ടറിലെ ഒരു ഭാഗമാണ് തന്നിരിക്കുന്നത്. അന്നത്തെ നമ്പേഴ്സിന് പകരം ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. എ ബി സി ഡി ഇ എഫ്. അപ്പോ ഈ എയുടെയും എഫിന്റെയും സമ്മ് 32 ആണ്. അപ്പോൾ സിയുടെയും ഡിയുടെയും സമ്മ് എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. കുറച്ചുകൂടി ഇങ്ങോട്ട് മാറ്റി വെക്കേണ്ടത്. ഇപ്പൊ ക്ലിയർ ആണെന്ന് തോന്നുന്നില്ലേ? ഇപ്പൊ നല്ലോണം ക്ലിയർ ആവുന്നുണ്ട്. കാണുന്നുണ്ടോ? ഓക്കെ, ശരി. കുട്ടികൾ ടൈപ്പ് ചെയ്യുന്നുണ്ടോ? എത്രയാണ്? 32. 32 തന്നെയാണ്. നമുക്ക് മറ്റു കുട്ടികളോട് ചോദിച്ചു നോക്കാം. എല്ലാ കുട്ടികളോടും ചോദിച്ചു നോക്കാം. മക്കളെ എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയത്? 32. ഈ എയും എഫും എങ്ങനെയാണ് 32 കിട്ടിയെന്ന് നമുക്ക് നോക്കണം. അപ്പൊ ഈ എയും എഫും വരണമെങ്കിൽ 32ന്റെ ഹാഫ് ആക്കി നമ്മൾ ഇങ്ങനെ കുറച്ചും കൂട്ടി നോക്കണം. അതായത് 17ഉം 15ഉം ചെയ്തപ്പോ 32 കിട്ടുന്നുണ്ട്. പക്ഷെ അത് ആ കലണ്ടറിലെ രീതി വരുമ്പോ കിട്ടില്ല. അപ്പൊ ഞാൻ 14ഉം 18ഉം എടുത്തു. അപ്പൊ അതിന്ന് അത് കൂട്ടി നോക്കിയപ്പോ 32 കിട്ടുന്നുണ്ട്. അപ്പൊ അവിടെ എന്റെ സ്ഥാനത്ത് 14, ബി 15, സി 16, അത് കഴിഞ്ഞ് ഡി 17, ഇ 18, എഫ് 19. അപ്പൊ ഈ സിയും ഡിയും കൂട്ടിയാലും 32 അല്ലേ കിട്ടുക? മൊത്തം എത്ര സ്ക്വയർ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല ഉത്തരമാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് മക്കൾക്ക് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. ഇത് പരീക്ഷയ്ക്ക് ഇന്നലെ വന്നല്ലോ, അതുകൊണ്ട് ഈ ഒരു ടൈപ്പ് ചോദ്യം വരാം. സ്ക്വയറുകളുടെ എണ്ണം ചോദിച്ചാൽ, സമചതുരങ്ങളുടെ എണ്ണം ചോദിച്ചാൽ, അത് കോളം റോസും ഒക്കെ ഈക്വൽ ആണെങ്കിൽ, തലങ്ങും വിലങ്ങൊക്കെ ഈക്വൽ ആണെങ്കിൽ ഇവിടെ നമ്പർ ഇട്ട് കൊടുക്കുക. 1 2 1 2 3 4. താഴോട്ട് നമുക്കിങ്ങനെ 1 2 അതെടുപ്പ്. സാറേ അവിടെ ചതുരവാ ചോദിച്ചത്. ചതുരാ ചോദിച്ചത്? അത് ആ ചോദ്യം തെറ്റിയതാണ് കേട്ടോ. ചതുരാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. ചതുരാണെങ്കിൽ അതിൽ ഓപ്ഷൻ ഇല്ല സംഭവം കേട്ടോ മോളെ. അത് ഇന്നലെ അവരോട് നോക്കി ചതുരം ചെയ്യാന്, പക്ഷെ കിട്ടുന്നില്ല. പറയാം 1 2 3 4. ആ ചോദ്യത്തില് ചതുരം എന്നുള്ള ചോദ്യത്തില് സമചതുരം എന്നാക്കേണ്ടതാണ്. ചതുരം എന്നുള്ളത് അവരോട് തെറ്റിപ്പോയതാണ്. അപ്പൊ സമചതുരങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചത്. ചതുരങ്ങളുടെ എണ്ണാണെങ്കിൽ ഇതിൽ ഒരുപാടുണ്ടെന്നല്ല, അത് നമുക്ക് വേറെ മനസ്സിലാക്കി തരാം. അപ്പൊ ഇങ്ങനെ നേരെയും താഴോട്ടൊക്കെ ഒരേ രീതിയിൽ, അതായത് 4 × 4 16 എന്ന ഒരു സ്ക്വയർ രൂപത്തിൽ തന്നെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ നമ്പർ കൊടുക്കും.
ആ നമ്പർ കൊടുത്തതിന് ശേഷം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെയുള്ള ഈ അവസാനത്തെ 4നെയും അടിയിലുള്ള അവസാനത്തെ 4നെയും ആദ്യം ചേർത്ത് വെച്ചുകൊണ്ട് 4 × 4 എന്ന് എഴുതി 16 എന്ന് എഴുതും. 16. ആ 16ന്റെ വാല്യൂ കാണുന്നുണ്ട് നമ്മള്? കാണുന്നുണ്ട്? ഉണ്ട്. ശരി. പിന്നെ അടുത്തത് ആള് 3ഉം ഇവിടെ 3ഉമാണ്. അപ്പൊ 3 × 3 എന്ന് എഴുതാം. 3 × 3 9 ആണ്. പിന്നെ നമുക്ക് 2ഉം ഈ 2ഉം ആണ് ഉള്ളത്. 2 × 2 2 × 2 അത് 4 ആണ്. പിന്നെ നമുക്ക് 1 and 1 അത് 1 × 1 എന്ന് എഴുതുക. അത് 1 ആണ്. ഇപ്പൊ ഭാവിയിൽ നിങ്ങൾ പഠിച്ചോളൂ. ഈ പറഞ്ഞിരിക്കുന്ന ഈ 1 4 9 16 ഇതൊക്കെ സ്ക്വയർ നമ്പർ ആണെന്ന് 5ാം ക്ലാസ് മുതൽ അങ്ങോട്ട് പോകുമ്പോൾ പഠിച്ചോളൂ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പറയുന്നത് സ്ക്വയർ നമ്പേഴ്സ് എന്നാണ്. അപ്പൊ നമുക്ക് ഈ രീതിയിലാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം നമുക്ക് 4 × 4 എടുത്തു, പിന്നെ 3 × 3 എടുത്തു, പിന്നെ 2 × 2 എടുത്തു, പിന്നെ 1 × 1 എടുത്തു. നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ്? പോയോ? ഇല്ല സാർ, ഇവിടെ ഉണ്ട്. ഒന്ന് കൂട്ടി നോക്കി പറ മോളെ. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ്? 30. 30. അപ്പൊ നമ്മുടെ ആൻസർ 30 ആണ്. ഞാൻ മറ്റു കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ, മക്കളെ നിങ്ങൾക്ക് ഇത് മനസ്സിലായോ? നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കുക. കുട്ടികളോട് ഇപ്പൊ ഞാൻ ചോദിച്ചിരിക്കുന്നത് ഈ നേരെയും താഴോട്ടും, അതായത് കോളംസ് ആൻഡ് റോസ് തുല്യമായത് കൊണ്ടുള്ള ചോദ്യമല്ലേ. ഒരുപക്ഷെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് അങ്ങനെ വന്നില്ലെങ്കിലോ, ഇങ്ങനെയാണ് വന്നതെങ്കിലോ? അപ്പൊ ഇങ്ങനെയാണ് വന്നത്. ഇത് നേരത്തെ ചിത്രം ഇതായിട്ടുള്ള വ്യത്യാസം എന്താണ് ഏഞ്ചൽ? അത് സ്ക്വയർ ആയിരുന്നത് റെക്ടാംഗിൾ ആയി. താഴെ ഇത് താഴോട്ട് നമുക്ക് 3 എണ്ണേ ഉള്ളു ചെറുത്, നേരെ നമുക്ക് 4 എണ്ണം ഉണ്ട് എന്നല്ലേ പറയേണ്ടത്? അതെ. അത് ശരി. എന്നാലും സ്ക്വയർ കണ്ടുപിടിക്കാൻ നമ്മളുടെ ശ്രമത്തിന് ഒരു മുടക്കവും ഇല്ല. 1 2 3 4 അവിടെ 1 2 3 എന്ന് താഴോട്ട് എഴുതുക. ഏഞ്ചല്ലേ, ഞാൻ എന്ത് ചെയ്യണം? ഏതൊക്കെ തമ്മിൽ ഞാൻ മൾട്ടിപ്പിൾ ചെയ്യണം? 4 × 3. 4 × 3 ഞാൻ ആദ്യം ചെയ്യാൻ പോവുകയാണ്. 4 × 3 ചെയ്യാൻ പോകും. എത്രയാ മോളെ 4 × 3? 12. ശരി. പിന്നെ ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഒന്ന് സ്പീഡ് പറയണം മോളെ. 3 × 2. 3 × 2 എത്രയാണ്? 6 ആണ്. അടുത്തത് ഞാൻ ആരെ പരിഗണിക്കണം? 1 × 2. അല്ല, ആ ക്രമത്തിൽ തന്നെ പോട്ടെ. ഇവിടുന്ന് അടുക്കുന്നെങ്കിൽ ഇവിടുത്തെ ആദ്യം പറയണം. 2 × 1. 2 × 1 എത്രയാണ്? 2. ശരി. ഇവിടെ ഒരു 1 എക്സസ് വന്നിട്ടുണ്ട്. അതൊന്നും ചെയ്യണ്ട. കാരണം ഇയാൾക്ക് ഇവിടെ താഴെ ആളൊന്നും ഇല്ലല്ലോ. ഈ ആൾക്ക് താഴെ ആരും ഇല്ല, കമ്പനി ഇല്ല. കമ്പനി ഇല്ല, പിന്നെ ആരൊന്നും ചെയ്യണ്ട. ശരി ഏഞ്ചലെ, ഒരു വര അടിയിൽ വരയ്ക്കുന്നു. ഇത് കൂട്ടിയാൽ എത്രയാണ്? മിണ്ടുന്നില്ല ഏഞ്ചൽ, മിണ്ടുന്നില്ല. മറ്റു കുട്ടികളോട് ചോദിച്ചു നോക്കട്ടെ, എത്രയാണ്? 20.
അടിയിൽ നിന്നും ഈ പീസ് അങ്ങോട്ട് മാറ്റി മകളെ. ഇപ്പോൾ ഇതിൽ എത്ര ഉണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? മേലെ 1 2 3 4 എന്ന് എഴുതണം. മേലെ നമ്മൾ 1 2 3 4 നമ്മൾ കൊടുത്തു. പിന്നെ സൈഡില് 1 2 എന്ന് എഴുതണം. 1 2 ശരി മോളെ. ഇനി എന്തോ ചെയ്യണം? ഇനി 2 into 4 ചെയ്യണം. അല്ല, നിങ്ങൾക്ക് മേലെ മേലെ 4 into 2 ചെയ്യാം. ഒസാനിയ തന്നെ പറയട്ടെ, മറ്റുള്ള കുട്ടികളെ ഞാൻ വിളിക്കാം. ഒന്ന് ഒസാനിയക്ക് അവസരം കൊടുക്കൂ. ഒസാനിയ 4 into 2 എത്രയാണ്? 8. പിന്നെ എന്തോ ചെയ്യണം ഞാൻ? പിന്നെ 3 into 1 ചെയ്യണം. 3 into 1 ചെയ്യണം. അത് എത്രയാണ് മോളെ? 3. പിന്നെ നമുക്ക് ആ 8 3 കൂടെ ഒന്ന് ആഡ് ചെയ്യണം അല്ലേ? 11. 11. ഒസാനിയ തന്നെ പറയട്ടെ, മറ്റുള്ള കുട്ടികൾക്ക് കൊടുക്കാം, അവസരം കൊടുക്കാം. അപ്പൊ ഒസാനിയ, നമുക്കൊരു കാര്യം ചെയ്താലോ? ഇതിൽ 11 എണ്ണം ഉണ്ടോ എന്നൊരു പരിശോധന നടത്തിയാലോ? 11 സ്ക്വയർ ഉണ്ടോ എന്ന് ഒരു പരിശോധന നമുക്ക് നടത്തിയാലോ ഒസാനിയ? കണ്ട, അവിടുന്ന് ആരല്ലോ കൈക്കോട്ടെ. അതുകൊണ്ടാണ് ഒസാനിയ 11 സ്ക്വയർ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ഏഞ്ചൽ ഒന്ന് ഒസാനിയക്ക് വേണ്ടി സംസാരിക്കണേ. ഓക്കെ സർ. ഒസാനിയ, ഏഞ്ചൽ ഞാൻ എണ്ണാൻ പോവുകയാണ്. 1 2 3 4 5 6 7 8 എണ്ണല്ലേ എനിക്ക് കിട്ടുന്നുള്ളൂ ഏഞ്ചൽ. ബാക്കി ആ 3 എവിടെ? സാറേ, അതിന് ഹാഫ് ആക്കി 2 എണ്ണം കിട്ടും. അങ്ങനെ ഉണ്ടല്ലേ? അപ്പൊ ഇത് രണ്ടും കിട്ടി. അപ്പൊ നടുക്കും 2 എണ്ണം കിട്ടൂലേ? 1 കിട്ടില്ലേ? ഇതാ 1 കിട്ടില്ലേ? 1 2 3 അങ്ങനെ 3 കിട്ടി. പക്ഷേ ഇന്നലെ നിങ്ങളുടെ ചോദ്യത്തില് ആ ചോദ്യ പേപ്പർ കണ്ടാൽക്കറിയാം, ആ ചോദ്യ പേപ്പറിൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ട് എന്നാണ് അവർ ചോദിക്കേണ്ടിയിരുന്നത്. പക്ഷെ ആ ചോദ്യത്തില് എത്ര റെക്ടാങ്കിൾ ഉണ്ട് എന്നാണ് ചോദിച്ചത്. ഇനി ആ ചോദ്യം അങ്ങനെ തന്നെ ആണെങ്കിൽ ഓപ്ഷനിലായി റെക്ടാങ്കിളിന്റെ എണ്ണം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഞാൻ ഒസാനിയോടും മറ്റു കുട്ടികളോടൊക്കെ ഒന്നിച്ച് ചോദിക്കുന്നു, മൈക്ക് ഓൺ ചെയ്ത് ചോദിക്കുന്നു, ഇവിടെ സ്ക്വയേഴ്സിന്റെ എണ്ണം, പേരൻസ് ഈ കാര്യം ശ്രദ്ധിക്കണേ, ഇവിടെ സ്ക്വയേഴ്സിന്റെ എണ്ണം 11 ആണ്. 11 സ്ക്വയേഴ്സ് ആണ്. അത് ആ മോള് പറഞ്ഞ ശരിയാണ്. ഈ 1 2 എഴുതി, ഇവിടെ 1 2 3 4 എന്ന് എഴുതി. പക്ഷേ ഇവിടെ നിങ്ങളോട് ഇതേ ചിത്രം വെച്ചിട്ട് ഞാൻ ചോദിക്കുന്നു, ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ ഹിയർ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് നിങ്ങളുടെ കുട്ടികൾ പറയുക എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. കണ്ടോ ഏഞ്ചൽ? എന്റെ ചോദ്യം ഇതാണ്, ഹൗ മെനി റെക്ടാങ്കിൾസ് ആർ ഹിയർ? നമ്പർ കൊടുത്തിട്ട് 1 + 2 എന്ന് എഴുതിയാൽ മതി. അത് 3 ആണ്. നമുക്ക് 3 എണ്ണം എണ്ണി കാണിച്ചു കൊടുക്കാം. 1 2 1 വലുതും. ഏഞ്ചലിന് കാര്യം പിടികിട്ടിയോ? പിടികിട്ടി. മറ്റുള്ള കുട്ടികൾ എന്ത് പറയുന്നു? 3 എന്ന് നമ്പർ കൊടുത്തിട്ട് 1 + 2 + 3 എന്ന് ചെയ്യണ്ടേ ഏഞ്ചൽ? അത് എത്രയാണ്? 6. 6 ആണ്. എന്നിട്ട് എന്താ 3 എന്ന് പറഞ്ഞത്? 6 ആണ്. അപ്പൊ അങ്ങനെ കൂട്ടിയാണ് എടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ച് കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ, ശ്രമം നടത്തിയിട്ടുണ്ട്. വീണ്ടും പറഞ്ഞു, ഇവിടെ കൊണ്ടുവച്ചു. വീണ്ടും പറഞ്ഞു, 1 ഇവിടെ കൊണ്ടുവച്ചു. നിങ്ങൾ ഇതുപോലെ തന്നെ വരയ്ക്കണേ മക്കളെ. വീണ്ടും പറഞ്ഞു, ഇവിടെ കൊണ്ടുവച്ചു.
Angel, how many rectangles are here? മറ്റുള്ള കുട്ടികളോട് ചോദിച്ചു നോക്കാം. വേണ്ട. 12, 9, 12, 21. ശരി, ഇവിടെ റെക്ടാങ്കിളിന്റെ എണ്ണം കാണാൻ എന്താണ് ചെയ്യുന്നത് നോക്കോ ഏഞ്ചൽ. 1, 2, 3 എന്ന് നമ്പർ കൊടുത്തിട്ട് സൈഡിലേക്കും 1, 2 എന്ന് കൊടുത്തിട്ട് റെക്ടാങ്കിൾ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കൂട്ടി അവിടെ ഇടുക, അപ്പുറത്തതും കൂട്ടി അവിടെ ഇടുക. 3, 2, 5, 1, 6. 6നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് ഏഞ്ചൽ? 18. 18 ആണ്. അപ്പൊ നമുക്ക് ഇതിലെ 18 എണ്ണം എണ്ണി കാണിച്ചു കൊടുത്താലോ? ഓക്കെ. കാണിച്ചു. അപ്പൊ എണ്ണിക്കോളെ, മോൾ എണ്ണിക്കോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18. എങ്ങനെയുണ്ട്? എണ്ണം കഴിഞ്ഞല്ലേ? ഞാൻ മറ്റു കുട്ടികൾക്ക് അത് എണ്ണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ രീതിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ യെസ് എന്നൊക്കെ പറയൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ചോദ്യം എടുത്തു വെച്ചോളൂ. ഇന്നത്തെ ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇന്നത്തെ ക്വസ്റ്റ്യനില് ആദ്യത്തെ ക്വസ്റ്റ്യൻ മോളൊന്ന് വായിച്ചേ. ഇന്നലെ തന്ന ചോദ്യത്തിലെ ആദ്യത്തെ ചോദ്യം ഒന്ന് വായിച്ചേ. ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ, ഞാൻ പറയില്ല ക്വസ്റ്റ്യൻ എഴുതി വെക്കണം. സാർ എൻ്റെ ഉണ്ട്. നേരെ എടുത്ത് വെച്ച് എല്ലാരും ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചോളൂ. ഇന്നലെ എക്സാം എഴുതിയവരും ഇനി എഴുതാത്തവർക്ക് ഞാൻ വാട്സപ്പിലൂടെ ക്വസ്റ്റ്യൻ അയച്ചു തന്നിരുന്നു. അപ്പൊ എല്ലാരും ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാവുമല്ലോ. അതുകൊണ്ട് എല്ലാരും ക്വസ്റ്റ്യൻ എടുത്ത് വെച്ചേ മക്കളെ. സാറെ വായിക്കട്ടെ. ഒന്നാമത്തെ ചോദ്യം ഒന്ന് വായിച്ചോളൂ. 58,452 എന്ന സംഖ്യയിൽ എത്ര പത്തുകളുണ്ട്? ഓക്കെ, എന്താ ചോദ്യം? 58,452 എന്ന സംഖ്യയിൽ എത്ര പത്തുകളുണ്ട്? 58,452. How many tens are there? How many tens are there? കുട്ടികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ മറുപടി പറയൂ. ഇതിൽ എത്ര പത്തുകളുണ്ട് എന്ന ചോദ്യത്തിന്. ഒന്നും മനസ്സിലായിക്കില്ല. ഏഞ്ചലെ എത്രയാ മോളെ? 5845. 5845 പത്തുകളുണ്ട്. അപ്പൊ 10-ലുണ്ടാവുന്ന ഒരു 0 കണക്കാക്കിയിട്ട് ഈ 2നെ മാറ്റിയാൽ നമുക്ക് 5845 പത്തുകൾ. ഇനി ഞാൻ ചോദിച്ചോട്ടെ ഏഞ്ചൽ, ഈ സംഖ്യയിൽ എത്ര നൂറുകളുണ്ട്? നമുക്ക് മറ്റു കുട്ടികളോട് തന്നെ ചോദിക്കാം. ഏഞ്ചൽ കഷ്ടപ്പെടണ്ട, മറ്റു കുട്ടികളോട് തന്നെ ചോദിക്കാം. എത്ര നൂറുകളുണ്ട് മക്കളെ? 500. അപ്പോ കുട്ടികൾ പറഞ്ഞ ഏഞ്ചൽ കേട്ടോ? കേട്ടു. എന്താ കേട്ടത്? 584. 584 നൂറുകളുണ്ട് എന്ന് കേട്ടില്ലേ? കേട്ടു. വീണ്ടും ഒന്ന് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. ഏഞ്ചൽ ആടെ ഇരുന്ന് അവര് പറയും പറഞ്ഞത് കേട്ടോ. അവര് പറയും നല്ല സ്മാർട്ട് മക്കളായല്ലേ.
ഇതിൽ എത്ര ആയിരങ്ങളുണ്ട്? കുട്ടികളോട് എല്ലാവരും ഒന്നിച്ച് പറയാം, എത്ര ആയിരങ്ങളുണ്ട് മക്കളെ? 58. ഏഞ്ചലെ എന്തേ കേട്ട മോള്? കേട്ടു. എത്രയാ പറയുന്നത്? 58,000. 58,000. അപ്പൊ ഇങ്ങനെ സംഖ്യകളെ വ്യാഖ്യാനിക്കാൻ പഠിക്കണം, എഴുതാൻ പഠിക്കണം. ഇതൊക്കെ പരീക്ഷയ്ക്ക് സാധാരണഗതിയിൽ ചോദിക്കുന്നതുമാണ്. ശരി, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് ഒന്ന് പോയാലോ മോളെ? ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. കുട്ടികളെ ക്വസ്റ്റ്യൻ എടുത്തേച്ചോളെ. സാറേ, രണ്ടാമത്തെ ദിവസം നമ്മളിപ്പോ ചെയ്തതാ. അത് ഏതായിരുന്നു? നമ്മുടെ റെക്ടാങ്കിളിന്റെ എണ്ണം ഇല്ലയോ? അതെ. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു മോളെ? 15:15 പുറപ്പെട്ട ഒരു ട്രെയിൻ 3:55 ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. യാത്രയ്ക്ക് ആകെ എത്ര സമയം വേണ്ടി വന്നു? 3:55 ട്രെയിൻ എത്തിയത്? അതെ. ശരി. മറ്റുള്ള കുട്ടികൾ ഒന്ന് ചെയ്യട്ടെ. 15:15 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. എത്തിയത് 3:55. ഈ ട്രെയിനിന്റെ കാര്യത്തില് ഈ 3:55 എന്ന് പറഞ്ഞാൽ അത് ഏത് നേരത്തെ 3:55 മക്കളെ? പകൽ മോർണിംഗ്. രാവിലെ. മോർണിംഗ്. വൈകുന്നേരം. ഏജലെ, ട്രെയിനിന്റെ കാര്യത്തിൽ 3:55 എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ കുട്ടികൾ എന്ത് ചെയ്യുകയായിരിക്കും? ഉറങ്ങുകയായിരിക്കും. അത് വൈകുന്നേരം സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് കളിക്കുകയായിരിക്കോ അല്ലെങ്കിൽ ഉറങ്ങുകയായിരിക്കോ? പുലർച്ചെ ഏത് നേരമാണ് മോളെ ആ 3:55? AM. ശരി, അത് മനസ്സിലായി. ഇനി എങ്ങനെ ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് ഏതെങ്കിലും കുട്ടിയെ നമുക്ക് ആംഗ്ലോ ഇന്ത്യൻ സ്കൂള് നേരത്തെ വിളിച്ച കുട്ടീനെ തന്നെ വിളിക്കാം. ആ മോളൊന്ന് മുന്നോട്ട് വാ, നേരത്തെ പറഞ്ഞ മോളൊന്ന് മുന്നോട്ട് വാ. ഈ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇല്ല വേറൊരു കുട്ടി ആംഗ്ലോ സ്കൂളിൽ നിന്ന് വന്നാൽ മതി. ഞാൻ ഓരോ സ്കൂളിന്റെ പേരുകൾ ടൈപ്പ് ചെയ്ത് ആ സ്കൂളിന്റെ പേര് ഞാൻ വിളിക്കും. യെസ്, ആ മോളെ പേരെന്താണ്? മറ്റുള്ള കുട്ടികൾ മൈക്ക് മ്യൂട്ട് ചെയ്യണേ, ആ കുട്ടീനെ കൊണ്ട് തന്നെ പറയിപ്പിക്കട്ടെ. യെസ്, മോളെ പേരെന്താ? ഒസാരിയ. ഒന്ന് പറയൂ മോളെ, എങ്ങനെ ഇത് കിട്ടുന്നത്? ഒസാരിക്ക് മനസ്സിലായില്ല. യെസ്, മനസ്സിലായ കുട്ടികൾ ആരെങ്കിലും ഇതിലുണ്ടോ? പറയൂ. ആരാണ് പേര് പറയൂ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നിട്ടില്ലായിരുന്നു, അതുകൊണ്ടാ. സാരമില്ല, പോട്ടെ. അടുത്ത ആള് പേര് പറയൂ. ആര്? യെസ്, കുട്ടി എന്ന് പറയൂ. എത്ര അടുത്തെന്ന് പറയൂ. ആൻസർ പറയൂ. 12 hours and 40 minutes. മോള് പറയേ, കേൾക്കാം. 12 hours and 40 minutes. എന്താ മോളെ പേര്? ഐഷ. ഏത് സ്കൂളാ? GFUPS സ്കൂൾ മലയാളം. ക്ലിയർ ആവുന്നില്ല. 12 hours and 40 minutes എങ്ങനെയാ മോക്ക് കിട്ടിയത്? ഫസ്റ്റ് 15 12 hours ക്ലോക്കിലേക്ക് മാറ്റി. അപ്പൊ എത്ര കിട്ടി? 3:15 കിട്ടി. 3:15 കിട്ടി. ശരി, എന്നിട്ട് 3:15 അടുത്ത 3:15 12 hours.
ഓ അത് ശരി. അടുത്ത 350 പൊലച്ച 350ലേക്ക് 12 12 മണിക്കൂർ hours. 12 അവർ. അത് മനസ്സിലായി. പിന്നെ അത് 55 ആക്കാൻ വേണ്ടിട്ട് 40 minutes. ഓഹോ 55 ആക്കാൻ വേണ്ടിയിട്ട് 40 minutes. 40 മിനിറ്റ്സ് എടുത്ത്. അപ്പൊ ഉത്തരം കിട്ടി. ഉത്തരം കിട്ടി. ഓ അത് മനസ്സിലായോ? ഏജല്ല പറഞ്ഞ കുട്ടി അവതരിപ്പിച്ച് മനസ്സിലായോ? യെസ് സർ. ഒന്ന് പറഞ്ഞു കൊടുക്കും. വീഡിയോ ഓൺ ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഞാൻ ഓൾറെഡി വീഡിയോ ഓണാണ്. പറഞ്ഞു. അതായത് ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന റെയിൽവേ ടൈമാണ്. അതായത് 24 hours ക്ലോക്കിലെ ടൈമാണ്. അപ്പൊ അതിനെ നമ്മൾ 12 hours ക്ലോക്കിലോട്ട് മാറ്റണം. ഇതിനകത്ത് തന്നിരിക്കുന്നത് 15:15 അപ്പൊ അത് നമ്മള് 12 hours ക്ലോക്കിലോട്ട് ആക്കുമ്പോൾ 3:15 ആയിരിക്കും. അതപ്പോൾ വൈകുന്നേരമാണ്. ഇനി മറ്റേത് തന്നിരിക്കുന്നത് ഒരു മിനിറ്റ്. ഇനി പറഞ്ഞു. 3:15 മനസ്സിലായി. പിന്നെ ഓക്കെ. ഇനി അടുത്ത ടൈം തന്നിരിക്കുന്നത് പിറ്റേ ദിവസത്തെയാണ്. അപ്പൊ ഈ 3:15 തൊട്ട് പിറ്റേ ദിവസം 3:15 വരെ 12 മണിക്കൂറാണ്. 12 മണിക്കൂറാണ്. ശരി. ഇനി ഈ 15-ന്ന് 55 വരെ ഉള്ള മിനിറ്റ്സ് 40 മിനിറ്റ് ആണ്. അപ്പൊ 15 മൈനസ് ചെയ്താ പോരെ? യെസ്. 55 15 മൈനസ് ചെയ്താ എത്രയാ? 40. അങ്ങനെയാണ് ആ 40 മിനിറ്റ് കൂടി കിട്ടുന്നത് അല്ലേ? അതെ. യെസ്. അത് ഞാൻ മറ്റു കുട്ടികളോട് ചോദിച്ചോക്കട്ടെ. മക്കളെ, നിങ്ങൾക്കത് മനസ്സിലായോ? ഏഞ്ചലിന്റെ ആ വിവരണം 46 എന്ന് റോമൻ അക്കത്തിൽ മക്കളൊന്ന് എഴുതി ഇങ്ങോട്ട് കാണിച്ചു ഞാൻ നോക്കട്ടെ ശരിയാണോ എന്ന്. 46 റോമൻ അക്കത്തിൽ എഴുതി. മക്കൾ എഴുതിയിട്ട് അവിടെ തന്നെ ടൈപ്പ് ചെയ്ത് കാണിക്കാനാകുമല്ലോ. ഇംഗ്ലീഷ് അക്ഷരങ്ങളാണല്ലോ, ഒന്ന് ടൈപ്പ് ചെയ്താൽ പോരെ. നമുക്ക് ആദ്യം ഈ 46 പിടിക്കണമെങ്കിൽ 50നെ പിടിച്ചേ മതിയാവും. ഈ 50 ഈ ഒരു അക്ഷരം എടുത്തിട്ട് അത് 40 ആക്കാൻ ഇങ്ങോട്ട് ഒരു 10 കൊടുക്കുക. 40 ആയി. പിന്നെ മുന്നോട്ടൊരു 6 എഴുതിയാൽ 46 ആകൂലേ? ഇങ്ങനെ എഴുതിയവരും ഉണ്ടെങ്കിൽ യേസ് എന്ന് ഉറക്കെ വിളിച്ചു പറയൂ. 46 ഇങ്ങനെ എഴുതിയവരുണ്ടെങ്കിൽ. 15 പെട്ടി കളർ പെൻസിലിന് 360 രൂപയാണ്. എങ്കിൽ 5 പെട്ടി കളർ പെൻസിലിന്റെ വിലയാണ് ഡാഷ്. എന്താ 15 പെട്ടി കളർ പെൻസിലിന് 360 രൂപ. 360 രൂപ. പിന്നെ എങ്കിൽ 5 പെട്ടി കളർ പെൻസിലിന് എത്ര? ഓഹോ, കുട്ടികൾ എത്ര ടൈപ്പ് ചെയ്ത് നോക്കട്ടെ. കളർ പെൻസിലിന് എത്രയാണ്? 360. 15 പെട്ടിക്ക് 360. 5 പെട്ടിക്ക് എത്രയാണ്? യെസ്, മക്കളെ ഒന്നിച്ച് പറയൂ. എത്രയാ? 85. 120. 120. യെസ്. ഏഞ്ചലെ 120 അല്ലേ? ശരി. അതെ. അതായത് 15 പെട്ടിക്കാണ്. 5 5 5 കുട്ടികളുടെ 15 പെട്ടിക്കല്ലേ 360. അപ്പൊ 5 പെട്ടിക്ക് ചോദിക്കുമ്പോ 360 3 ആക്കി കഴിഞ്ഞാൽ 120 അങ്ങനല്ലേ വരിക? അതെ. അപ്പൊ 5ന്റെ കൂട്ടങ്ങളായ 120 120 120. അപ്പൊ ഒരു 5 പെട്ടി 120 അല്ലേ വരിക? ശരിയല്ലേ? ശരിയാണ്. അപ്പൊ 120 ശരി. ശരി, നമുക്ക് ഇനി 1-2 ചോദ്യം ഞാൻ ഹോംവർക്ക് ആയിട്ട് തരാം. സമയമായിട്ടുണ്ട്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിലോ കുട്ടികൾക്ക് മനസ്സിലാകാതെ വരികയാണെങ്കിൽ അവർക്ക് മുന്നിട്ട് എന്റെ നമ്പറിൽ വിളിക്കാം. യൂട്യൂബിൽ ഈ ക്ലാസ് വരികയും ചെയ്യും. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ചോദ്യം ചോദിക്കുകയാണ്. നേരത്തെ ഒരു കുട്ടി മനസ്സിലായില്ല എന്ന് പറഞ്ഞ അയച്ചത് ചോദ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്. 2.5 കിലോ
ഓറഞ്ചിന് 2.5 കിലോ ഓറഞ്ചിന് 135 രൂപ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഉന്ത് വണ്ടി വില. നിങ്ങൾക്കറിയാലോ ഇങ്ങനെ സൈക്കിളിലൊക്കെ വെച്ച് വിൽക്കുന്നത്. ആ സാർ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. അപ്പൊ മോളെ 1 കിലോന്റെ വില എത്രയായിരിക്കും? സാറേ ക്ലാസ് ഇപ്പൊ കഴിഞ്ഞു. ക്ലാസ് ഇപ്പൊ 5 മിനിറ്റ് കഴിയും. അപ്പൊ നിങ്ങൾ എനിക്ക് അയച്ചു ലിങ്ക് അയച്ചു. സാർ എത്ര വിലയാണല്ലോ ചോദിച്ചത്? 2.5 കിലോ ഓറഞ്ചിന് 135 ഉറുപ്പിയായാൽ കിലോന്റെ വില എന്തെന്ന ചോദ്യം. ഈ ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് എടുക്കട്ടെ. ഇപ്പൊ പറയണ്ട, നാളെ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങള് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും വിജയം നേരുന്നു. നന്നായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ, ഇതുവരെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറും ഗ്രൂപ്പിലൂടെ വന്ന ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ കളക്ട് ചെയ്ത് ഓരോന്നോരോന്നും സമയം വെച്ച് ചെയ്ത് പഠിക്കുക. ചെയ്ത് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. പരീക്ഷ ഹാളിൽ നിന്ന് നമുക്ക് സമയം കിട്ടിയിട്ടില്ല എന്ന പരാതി ഉണ്ടാകരുത്. സമയം കിട്ടാതെ പോകുന്നത് കൃത്യമായിട്ട് കുട്ടികൾ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ടാണ്. രക്ഷിതാക്കളും കൂടി കൂടെ ഇരുന്നിട്ട് അവരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യിക്കുക.